ഇന്ത്യൻ ക്രിക്കറ്റിൽ കഴിഞ്ഞ ദിനം ഏറെ ചർച്ചയായതും ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുകയും ചെയ്ത പേരുകളിൽ ഒന്നാണ് സജ്ജന സജീവൻ. മലയാളിയായ സജ്ജന സജീവൻ വനിതാ പ്രീമിയർ ലീഗിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ലോകത്തിന്റെ മുഴുവൻ കൈയടി നേടാൻ മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി ഓൾറൗണ്ടർ സജ്ജന സജീവന് ഒരു ബോൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഏതാണ്ട് ഒരു 30 സെക്കൻഡ്. സ്വപ്നതുല്യമായ അരങ്ങേറ്റത്തിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാന താരമായി ഈ വയനാട്ടുകാരി മാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ത്രില്ലറിൽ മുംബൈ അവസാന പന്തിൽ നാടകീയ വിജയം സ്വന്തമാക്കിയപ്പോൾ തലയെടുപ്പോടെ നിന്നത് സജ്ജന എന്ന ഈ താരമായിരുന്നു. ഒരുപക്ഷെ ഇത്രയും മികച്ചൊരു അരങ്ങേറ്റം വനിതാ IPL പോലൊരു വലിയ വേദിയിൽ സ്വപ്നം കാണാൻ പോലും കഴിയില്ല. കാരണം ബാറ്റ് ചെയ്യാൻ ക്രീസിലെത്തി 30 സെക്കൻഡിനകം നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചാണ് സജ്ജന മുംബൈ വനിതകൾക്ക് അവിസ്മരണീയമായ വിജയം സമ്മാനിച്ചത്. 12 റൺസായിരുന്നു അവസാന ഓവറിൽ മുംബൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ഇംഗ്ലണ്ടിന്റെ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ ആലിസ് കാസ്പിയാണ് ആ ഓവർ പന്തെറിഞ്ഞത്. ക്രീസിലുണ്ടായിരുന്നത് മുംബൈ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ഹർമൻപ്രീത് കൗറും അതുപോലെ പൂജ വസ്ത്രാക്കറുമായിരുന്നു. ആദ്യത്തെ പന്തിൽ തന്നെ പൂജയെ 1 റൺസ് പുറത്താക്കിയ കാസ്പി ഡൽഹിയുടെ വിജയ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. തുടർന്ന് അമൻജോത് കൗറാണ് ക്രീസിലെത്തിയത്. അടുത്ത പന്തിൽ അമൻജോത് ഡബിൾ എടുക്കുന്നു. 3ാമത്തെ പന്തിലും സിംഗിൾ നേടുന്നു. 4ാമത്തെ പന്തിൽ മുംബൈക്ക് വിജയപ്രതീക്ഷ നൽകി ഹർമൻപ്രീതിന്റെ ബൗണ്ടറി പിറക്കുന്നു. കവർ പോയിന്റിന് മുകളിലൂടെയായിരുന്നു അവർ ഷോട്ട് പായിച്ചത്. അതോടെ മുംബൈക്ക് ജയിക്കാൻ വേണ്ടത് 2 പന്തിൽ വേണ്ടത് 5 റൺസ് എന്ന നിലയിലെത്തുന്നു. അടുത്ത ബോളിൽ 6ലൂടെ മുംബൈയുടെ വിജയ റൺസ് നേടാനുള്ള ഹർമൻപ്രീതിന്റെ ശ്രമം പാളുന്നു. നേരെ ആകാശത്തേക്ക് ഉയർന്ന പന്ത് ലോങ്ങോണിന് മുന്നിൽ സദർലാൻഡിന്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു. ഹർമൻപ്രീതും മുംബൈയും സ്തബ്ധരായപ്പോൾ ഡൽഹി വിജയം മണക്കുന്നു. അവസാനത്തെ ബോളിൽ ജയിക്കാൻ വേണ്ടത് ഇനി 5 റൺസാണ്. ബൗണ്ടറി നേടിയാൽ കളി ടൈയാകും. തുടർന്ന് സൂപ്പർ ഓവറാണ്. അരങ്ങേറ്റക്കാരിയായ സജ്ജനയെയാണ് 8ാം നമ്പറിൽ മുംബൈ ക്രീസിലേക്ക് അയച്ചത്. കന്നി മത്സരത്തിന്റെ ടെൻഷനോടൊപ്പം സിക്സർ അടിച്ചില്ലെങ്കിൽ ടീം തോൽക്കുമെന്ന സമ്മർദ്ദം കൂടി അവർക്ക് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ സജ്ജനയെ ഇതൊന്നും തളർത്തിയില്ല. കാപ്സിയെ നേരിടാൻ ക്രീസിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സജ്ജനയുടെ ഒരു വമ്പൻ ഷോട്ട് ലോങ് ഓണിന് മുകളിലൂടെ അത് സിക്സറിലേക്ക് പറന്നപ്പോൾ മുംബൈ ക്യാമ്പ് ആഹ്ലാദത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കൂടെ സ്റ്റേഡിയവും കൂട്ടുകൂടുന്നു. സിക്സറിനോടൊപ്പം ടീമിന്റെ വിജയ റൺസും കുറിച്ച സജ്ജനയെ മുംബൈ താരങ്ങൾ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അന്നേരം നേരത്തെ ബൗൾ ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിലും ബാറ്റിംഗിൽ ഒരൊറ്റ പന്ത് കൊണ്ട് തന്റെ എല്ലാ ക്ഷീണവും തീർക്കുകയായിരുന്നു മലയാളി താരം. അതിനുശേഷം മുംബൈയുടെ വനിതാ പൊള്ളാഡ് എന്ന് പോലും ആരാധകർ ഇവരെ വിലയിരുത്തുന്നുണ്ട്. ഈ പ്രകടനത്തോടെ വരാനിരിക്കുന്ന മത്സരങ്ങളിലും മുംബൈയുടെ പ്ലേയിങ് 11-ൽ സജ്ജന സ്ഥാനം ഉറപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത മെഗ് ലാനിങ്ങിന്റെ DC ഡൽഹി 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 171 റൺസ് എന്ന മികച്ച ടോട്ടൽ പടുത്തുയർത്തിയത്. ടൂർണമെന്റിൽ മുംബൈക്കെതിരെ ഒരു ടീമിന്റെ ഏറ്റവും മികച്ച ടോട്ടൽ കൂടിയായിരുന്നു അത്. 3ാം നമ്പറിൽ ഇറങ്ങിയ ആലിസ് കാപ്സിയാണ് 53 പന്തിൽ 75 റൺസുമായി ടീമിന് വേണ്ടി മിന്നിച്ചത്. ജമീമ റോഡ്രിഗസ് 42ഉം ക്യാപ്റ്റൻ ലാനിങ് 31 റൺസും നേടുകയുണ്ടായി. മറുപടിയിൽ 6 വിക്കറ്റിനാണ് മുംബൈ ലക്ഷ്യം മറികടന്നത്. യാസ്തിക ഭാട്ടിയയുടെയും 57, ക്യാപ്റ്റൻ ഹർമൻപ്രീതിന്റെയും 55 ഫിഫ്റ്റികളാണ് മുംബൈ വിജയത്തിന് അടിത്തറയിട്ടത്. അപ്പോൾ സജ്ജന സജീവന്റെ ഒരൊറ്റ സിക്സർ. വയനാട്ടുകാരിയായ മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന് അഭിമാനിക്കാൻ വീണ്ടും ഒരു മലയാളി താരത്തെ കൂടി ലഭിച്ചിരിക്കുകയാണ് സജ്ജനയിലൂടെ. മിന്നുവിന്റെ നാട്ടുകാരിയും അടുത്ത കൂട്ടുകാരിയെയും കൂടിയായ ഓൾറൗണ്ടർ സജ്ജന സജീവനാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി നിരയിൽ മിന്നുമണിയും കളിച്ചിരുന്നു. മിന്നുവിനെ പോലെ തന്നെ വളരെ കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ക്രിക്കറ്റിനോടുള്ള പാഷൻ കൊണ്ട് ഉയർന്നു വന്ന താരമാണ് മാനന്തവാടിക്കാരിയായ സജ്ജനയും. ഓട്ടോ ഡ്രൈവറായ അച്ഛൻ G സജീവന്റെയും ശാരദ സജീവന്റെയും മകളാണ് ഇവർ. ക്രിക്കറ്റർ ആവുകയെന്ന മകളുടെ സ്വപ്നത്തെ എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇരുവരും. പക്ഷേ ക്രിക്കറ്റ് പരിശീലനത്തിലെ വലിയ ചെലവ് കുടുംബത്തിന് ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു തുടക്ക കാലഘട്ടത്തിൽ. മാനന്തവാടി ഗവൺമെന്റ് VHS സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സജ്ജന ക്രിക്കറ്റിനെ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കുന്നത്. സ്കൂൾ പഠനകാലത്ത് അധ്യാപകർ നൽകിയ സഹായമാണ് ക്രിക്കറ്റ് കരിയർ മെച്ചപ്പെടുത്താൻ സജ്ജനയെ ഒരു ഘട്ടത്തിൽ സഹായിച്ചത്. വയനാടിന്റെ ജില്ലാ ടീമിലേക്കാണ് ഇവർക്ക് ആദ്യം അവസരം ലഭിക്കുന്നത്. പിന്നീട് കേരളത്തിന്റെ അണ്ടർ-19, അണ്ടർ-23 ടീമുകളിലേക്കും താരത്തിന് വിളിയെത്തുകയായിരുന്നു. വൈകാതെ സീനിയർ ടീമിനെ നയിക്കാനുള്ള ഭാഗ്യവും സജ്ജനയ്ക്ക് ലഭിക്കുകയുണ്ടായി. 2012-ലായിരുന്നു കേരള വനിതാ ടീമിന്റെ സീനിയർ ടീമിൽ ഇവർ ഇടം പിടിച്ചത്. തുടർന്ന് ഇന്ത്യൻ A ടീമിലും അവസരം ലഭിക്കുകയായിരുന്നു. 2016-ലെ വയനാട്ടിൽ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവും നിലവിലെ ഇന്ത്യൻ കോച്ചുമായ രാഹുൽ ദ്രാവിഡിനെ നേരിൽ കണ്ടതാണ് സജ്ജനയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറിയത്. അന്ന് നെറ്റ് സെഷനിടെ സജ്ജനയുടെ ബാറ്റിംഗ് കണ്ട ദ്രാവിഡ് അടുത്തേക്ക് വിളിപ്പിക്കുകയും ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ലെഗ് സൈഡിൽ കളിക്കുന്ന
കളിക്കുമ്പോൾ തനിക്ക് ചില പോരായ്മകൾ ഉണ്ടായിരുന്നതായും ഇത് മറികടക്കുന്നതിന് പിന്നിൽ ദ്രാവിഡാണെന്നും സജന നേരത്തെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ആ ക്യാമ്പിന് ശേഷം സൗത്ത് ആഫ്രിക്ക എ ടീമുമായുള്ള മത്സരത്തിൽ ഇന്ത്യൻ എ ടീമിന് വേണ്ടിയും സജന കളിച്ചിരുന്നു. ഈ സമയത്ത് ഇന്ത്യയുടെ സ്റ്റാർ ഓപ്പണറായിരുന്ന മുൻ താരമായ ഗൗതം ഗംഭീറുമായുള്ള കൂടിക്കാഴ്ച നടത്താനും സജനയ്ക്ക് അവസരം ലഭിച്ചിരുന്നു. അന്ന് ഗംഭീർ സമ്മാനമായി ഒപ്പിട്ട് നൽകിയ ബാറ്റ് കൊണ്ട് കളിച്ച സജന കേരളത്തിന്റെ അണ്ടർ 23 ടീമിനൊപ്പം അതിവേഗ സെഞ്ചുറിയോടെ കസറുകയും ചെയ്തു. വെറും 84 പന്തുകളിൽ നിന്നായിരുന്നു അന്ന് സജന സെഞ്ചുറി നേട്ടം കുറിച്ചത്. തുടക്കകാലത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ 150 രൂപ ദിവസ അലവൻസ് ആയിരുന്നു സജനയുടെ മുഖ്യ വരുമാനം. അവിടെ നിന്നാണ് ഇപ്പോൾ ലക്ഷങ്ങൾ വരുമാനമുള്ള താരമായി അവർ മാറിയിരിക്കുന്നത്. 15 ലക്ഷം രൂപയ്ക്കായിരുന്നു കഴിഞ്ഞ ലേലത്തിൽ സജനയെ മുംബൈ ഇന്ത്യൻസിന്റെ വനിതാ ടീം സ്വന്തമാക്കിയത്. 10 ലക്ഷമായിരുന്നു അവരുടെ അടിസ്ഥാന വില. പക്ഷേ സജനയ്ക്കായി ഒന്നിലേറെ ടീമുകൾ രംഗത്ത് വന്നതോടെ പ്രതിഫലം 15 ലക്ഷത്തിലേക്ക് ഉയരുകയായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറുടെ കടുത്ത ആരാധിക കൂടിയായ സജന ഒരു തകർപ്പൻ ഫീൽഡർ കൂടിയാണ്. ഫീൽഡിംഗിലെ മിന്നും പ്രകടനങ്ങളെ തുടർന്ന് ജോണ്ടി റോഡ്സ് എന്ന വിളിപ്പേരും ഈ വയനാട്ടുകാരിക്കുണ്ട്. അപ്പോൾ സജന ഒരൊറ്റ 6 കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്റെ ജീവിതം തന്നെ മാറ്റി എഴുതിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിനം.